ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോൺക്രീറ്റ് ടെക്നോളജിയിലെ 4th മൊഡ്യൂളായ സ്പെഷ്യൽ കോൺക്രീറ്റിനെ കുറിച്ചാണ്. ഈ സ്പെഷ്യൽ കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് സിമെൻറ്റ് കോൺക്രീറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴും അതുപോലെ തന്നെ പല ടെസ്റ്റുകളെ കുറിച്ച് പറഞ്ഞപ്പോഴും അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് സിമെൻറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഒപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പെഷ്യൽ കോൺക്രീറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടൈപ്പ് ഓഫ് സിമെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഏത് ടൈപ്പ് കോൺക്രീറ്റ് ആണോ വേണ്ടത് അതിനനുസരിച്ച് അതിനകത്ത് യൂസ് ചെയ്യുന്ന സിമെൻറ്റിൽ ഡിഫറൻസ് വരുത്താണ് ചെയ്യാറുള്ളത്. ഇവിടെ നമ്മൾ പറയുന്നത് കുറച്ച് ടൈപ്സ് ഓഫ് സ്പെഷ്യൽ കോൺക്രീറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ കോൺക്രീറ്റ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് പറയുന്ന കോൺക്രീറ്റ് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ്, ഹൈ ഡെൻസിറ്റി കോൺക്രീറ്റ്, പ്ലം കോൺക്രീറ്റ്, നോ ഫൈൻസ് കോൺക്രീറ്റ്, എയറേറ്റഡ് കോൺക്രീറ്റ്, ഫൈബർ റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്, പോളിമർ കോൺക്രീറ്റ്, ഫെറോ സിമെൻറ്റ് കോൺക്രീറ്റ്, ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ്, ഹൈ പെർഫോമൻസ് കോൺക്രീറ്റ്. ഇങ്ങനെ കുറച്ച് ടൈപ്സ് ഓഫ് സ്പെഷ്യൽ കോൺക്രീറ്റുകളാണ് ഉള്ളത്. ഇതിൽ ചില കോൺക്രീറ്റുകൾ മാത്രമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ മൊഡ്യൂളിൽ. അപ്പോൾ ഇതാണ് കോമൺലി യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ കോൺക്രീറ്റുകൾ. ഈ സ്പെഷ്യൽ കോൺക്രീറ്റുകളിൽ ചില കോൺക്രീറ്റുകൾ മാത്രമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഓർഡിനറി കോൺക്രീറ്റും സ്പെഷ്യൽ കോൺക്രീറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഡിഫറൻസ് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഓർഡിനറി കോൺക്രീറ്റ് എന്ന് പറയുന്നത് നമ്മൾ നോർമൽ വർക്ക്സിന്, ബിൽഡിങ്സ്, ബ്രിഡ്ജസ്, റോഡ്സ് ഇതിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ സ്പെഷ്യൽ കോൺക്രീറ്റ് ആണെങ്കിലോ, സ്പെഷ്യൽ കോൺക്രീറ്റ് യൂസ്ഡ് ഫോർ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സ്. ഇപ്പോൾ ന്യൂക്ലിയർ റിയാക്ടർ, ബിൽഡിങ്സ് വിത്ത് അക്കൗസ്റ്റിക് ട്രീറ്റ്മെൻറ്റ്, പിന്നെ എയർ കണ്ടീഷൻ ബിൽഡിങ്സ്, ഇതിനൊക്കെയാണ് സ്പെഷ്യൽ കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നത്. അടുത്തത് സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡിനറി കോൺക്രീറ്റിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സിമൻറ്റ്, സാൻഡ്, അഗ്രിഗേറ്റ്, വാട്ടറാണ് നമുക്കറിയാം. ഇനി ഇൻ കേസ് ഓഫ് ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ്, ഇപ്പോൾ നമ്മൾ ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് പോളിമർ ആർ യൂസ്ഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ് കോൺക്രീറ്റ് ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പോളിമർ കോൺക്രീറ്റിൽ പോളിമർ ബൈൻഡറായിട്ട് യൂസ് ചെയ്യുന്നത് പോളിമർ ബൈൻഡറായിരിക്കും നമ്മൾ വെള്ളത്തിന് പകരം യൂസ് ചെയ്യുന്നുണ്ടാവുക. അതാണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്താണ്, സ്പെഷ്യൽ കോൺക്രീറ്റിനകത്ത് ചേഞ്ച് ആവും. ഓക്കെ, ദെൻ അടുത്ത ഒരു ഇത് പറയുന്നത് ഓർഡിനറി സിമെൻറ്റ്സിലാണെങ്കിൽ കൺസ്ട്രക്ഷൻ ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത് കൺവെൻഷണൽ മെത്തേഡ് വഴിയാണ്. പക്ഷേ നമ്മൾ സ്പെഷ്യൽ കോൺക്രീറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യേണ്ടത് സ്പെഷ്യൽ ടെക്നിക്സ് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഓർഡിനറി കോൺക്രീറ്റിൻ്റെ ഒരു പ്രത്യേകത, പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റ് ലൈക്ക് ഡെൻസിറ്റി, സ്ട്രെങ്ത് എക്സെട്ര ആർ നോർമൽ റേഞ്ച്. ഇപ്പോൾ നമ്മൾ കോൺക്രീറ്റിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞു, അപ്പോൾ അതിന് ഓരോ റേഞ്ച് ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ടേബിൾ വരച്ചിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു നോർമൽ റേഞ്ച് ഉണ്ട്. പക്ഷേ നമ്മൾ സ്പെഷ്യൽ കോൺക്രീറ്റിൻ്റെ കേസിലെടുക്കുകയാണെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റ് ലൈക്ക് ഡെൻസിറ്റി, സ്ട്രെങ്ത് ആർ ഓഫ് ഹയർ റേഞ്ച്. ഡെൻസിറ്റിയും സ്ട്രെങ്ത്തിൻ്റെയും റേഞ്ച് കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 500 to 2000 kg/m³ ഇടയിലായിരിക്കും. ഇനി അതേപോലെ തന്നെ ഹെവി വെയ്റ്റ് കോൺക്രീറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് 3000-ൻ്റെയും 5000-ൻ്റെയും ഇടയിലായിരിക്കും വരിക. പിന്നെ ഓർഡിനറി കോൺക്രീറ്റിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അത് എക്കണോമിക്കലാണ്. പക്ഷേ സ്പെഷ്യൽ കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോസ്റ്റ്ലിയാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിനെ കുറിച്ചാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് കോൺക്രീറ്റിലെ ഒരു ടൈപ്പ്. ഈ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഡെൻസിറ്റി 2200 to 2600 kg/m³ ആണ്. ഇതിൻ്റെ ഹെവി സെൽഫ് വെയ്റ്റ് ഇതിനെ അൺഎക്കണോമിക്കലാക്കുന്നത്. ഈ ലൈറ്റ് വെയ്റ്റിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഹെവി സെൽഫ് വെയ്റ്റ് ആണ് നമ്മൾക്ക് ഇതിനെ യൂസ് ചെയ്യാൻ അൺഎക്കണോമിക്കലാക്കുന്നത്. ദെൻ അടുത്തത് ഡെഡ് വെയ്റ്റ് ഓഫ് ദ സ്ട്രക്ചർ മെയ്ഡ് അപ്പ് ഓഫ് ദിസ് കോൺക്രീറ്റ് ഈസ് ലാർജ് കമ്പയർഡ് ടു ദ ഇമ്പോസ്ഡ് ലോഡ് ടു ബി ക്യാരിഡ് ഔട്ട്. അപ്പോൾ നമ്മൾ ഇതിനൊരു ഡെഡ് വെയ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാം എല്ലാ ടൈപ്പ് ഓഫ് കോൺക്രീറ്റ്സിനും ഒരു ഡെഡ് വെയ്റ്റ് ഉണ്ടാവും. ആ ഡെഡ് വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ആ കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നിടത്ത് ഇമ്പോസ് ചെയ്യുന്ന ലോഡിനേക്കാളും എന്ത് ചെയ്യുകയാണ്, ലാർജർ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമുക്ക് ഇതിൽ പറയുന്നൊരു കാര്യം. ദെൻ അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ attempts have been made in the past to reduce the self weight of the concrete to increase the efficiency of concrete. ഇപ്പോൾ നമുക്ക് അറിയാം അതിൻ്റെ സെൽഫ് വെയ്റ്റ് ആണ് നമുക്കിതിനെ അൺഎക്കണോമിക്കൽ ആക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സൾഫേറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ അറ്റംപ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി നമുക്ക് അതുവഴി കൂട്ടുകയും ചെയ്യാം. അപ്പോൾ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് വിത്ത് ഡെൻസിറ്റി ഇൻ ദ റേഞ്ച് ഓഫ് 300 to 1900 per kilogram per meter cube ഹാവ് ബീൻ സക്സസ്ഫുള്ളി ഡെവലപ്ഡ്. സാധാരണ ഇതിൻ്റെ ഡെൻസിറ്റി 2200 to 2600 ആണ്. പക്ഷേ ഇത് നമ്മൾ അറ്റംപ്റ്റിൻ്റെ ഭാഗമായിട്ട് 300 to 1900 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് വരെയുള്ള ഡെൻസിറ്റിയിലുള്ള കോൺക്രീറ്റ് ഡെവലപ്പ് ചെയ്തു. അടുത്തത് കാണിച്ചേക്കുന്നത് ഒരു ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു സ്ട്രക്ചറാണ്, സ്മോൾ സ്ട്രക്ചറൽ പോർഷനാണ്, അതിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചേക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് കൊണ്ട് ഉള്ള അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഡെഡ് ലോഡ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് സ്മോളർ സെക്ഷൻ ഓഫ് സ്ട്രക്ചറൽ മെമ്പർ ക്യാൻ ബി അഡോപ്റ്റഡ്. നമുക്ക് ചെറിയൊരു സെക്ഷൻ എടുത്താൽ മതി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെന്താണ്, ലോവർ ഹൗളേജ് ആൻഡ് ഹാൻഡ്ലിങ് കോസ്റ്റ്. നമുക്കിത് ഹാൻഡിൽ ചെയ്യുന്ന കോസ്റ്റ് എന്താണ്, വളരെ കുറവാണ്. ദെൻ ഇൻക്രീസ് ദ പ്രോഗ്രസ് ഓഫ് വർക്ക്. നമുക്ക് പ്രോഗ്രസ് ഓഫ് വർക്ക് കൂട്ടാൻ പറ്റും. ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നത് ഓർഡിനറി കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നതിനേക്കാളും അതിൻ്റെ പ്രോഗ്രസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ദെൻ എന്താണ്, റിഡക്ഷൻ ഓഫ് ഫൗണ്ടേഷൻ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത എന്താണ്, ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിന് ഒരു ലോവർ തെർമൽ കണ്ടക്ടിവിറ്റിയാണുള്ളത്. അപ്പോൾ എയർ കണ്ടീഷനിങ് ഉള്ള ഭാഗത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിങ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കുറച്ച് അഡ്വാൻറ്റേജസിനെ കുറിച്ചാണ് പറയണത്. അതിൽ പറയുന്ന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ യൂസ് ഓഫ് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് ഗിവ്സ് ആൻ ഔട്ട്ലെറ്റ് ഫോർ ഇൻഡസ്ട്രിയൽ വേസ്റ്റ്. ഇപ്പോൾ ഫ്ലൈ ആഷ്, ക്ലിങ്കേഴ്സ്, സ്ലാഗ് എക്സെട്ര അങ്ങനത്തെ കുറേ വേസ്റ്റുകൾ ഉണ്ടാവും, വിച്ച് അതർവൈസ് ക്രിയേറ്റ് പ്രോബ്ലംസ് ഫോർ ഡിസ്പോസൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഭാഗത്തൊക്കെ നമുക്ക് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിങ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഗ്രേറ്റ് ഫയർ റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ എന്താണ്, ഒരു ഓവറോൾ എക്കോണമി ഇതിന് തരാൻ കഴിയും. ഇത് ഇതൊരു അൺഎക്കണോമിക്കൽ സ്ട്രക്ചർ ആണെങ്കിലും ഒരു ഓവറോൾ എക്കോണമി ഇതിന് തരാൻ കഴിയും. അടുത്തെന്താണ്, ദ ലോവർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആൻഡ് അഡിക്വേറ്റ് ഡക്റ്റിലിറ്റി ഓഫ് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് മേ ബി അഡ്വാൻറ്റേജസ് ഇൻ ദ സീസ്മിക് ഡിസൈൻ ഓഫ് സ്ട്രക്ചർ. സീസ്മിക് ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ എർത്ത് ക്വയ്ക്ക് റെസിസ്റ്റൻറ്റ് സ്ട്രക്ചേഴ്സ് കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺക്രീറ്റിന് ഈ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിങ് യൂസ് ചെയ്യുന്നതാണ് എക്കണോമിക്കൽ. ഓക്കെ, ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് അച്ചീവ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയണത്. എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും, ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ by replacing the normal mineral aggregate by cellular porous or lightweight aggregate. നമുക്ക് എന്താ നോർമൽ മിനറൽ അഗ്രിഗേറ്റിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. അടുത്തെന്താണ്, ബൈ ഇൻട്രൊഡ്യൂസിങ് എയർ ബബിൾ ഇൻ മോട്ടാർ. ദിസ് ഈസ് നോൺ ആസ് എയറേറ്റഡ് കോൺക്രീറ്റ്. അതും എന്താണ്, എയറേറ്റഡ് കോൺക്രീറ്റും ഇപ്പോൾ എന്താണ്, ഒരു ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് ആണ്. അടുത്താണ്, ബൈ ഒമിറ്റിംഗ് സാൻഡ് ഫ്രം ദി അഗ്രിഗേറ്റ്. ദിസ് ഈസ് നോൺ ആസ് നോ ഫൈൻ കോൺക്രീറ്റ്. അപ്പോൾ എന്താണ്, നമ്മൾ നോ ഫൈൻ കോൺക്രീറ്റിനും എയറേറ്റഡ് കോൺക്രീറ്റും എന്താണ്, സ്പെഷ്യൽ കോൺക്രീറ്റ് ആണ്. ഇത് രണ്ടും എന്താണ്, ഒരു ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് ആണ്. ഓക്കെ, അടുത്തത് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ്. ഈ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിൻ്റെ വേറൊരു സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിൽ നമ്മൾ ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അത് ഏതൊക്കെ അഗ്രിഗേറ്റ്സ് ആണ് എന്നുള്ളതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നാച്ചുറൽ ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റും ഉണ്ട്. അതിൽ നാച്ചുറൽ ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ് ആണ് ഏതൊക്കെ, പ്യൂമിസ്, സ്കോറിയ, റൈസ് ഹസ്ക്, ഡയാറ്റോമേറ്റ്, വോൾക്കാനിക് ടഫ്, ഫോംഡ് ലാവ. ദെൻ ആർട്ടിഫിഷ്യൽ അഗ്രിഗേറ്റ്സ് ആണ് ഏതൊക്കെ, സിൻഡേഡ് ഫ്ലൈ ആഷ്, ഫോംഡ് സ്ലാഗ്, ബ്ലോട്ടഡ് ക്ലേ, ആർട്ടിഫിഷ്യൽ സിൻഡേഴ്സ്, അതേപോലെ തന്നെ എക്സ്പാൻഡഡ് ക്ലേ സ്ലേറ്റ് ഷെയിൽ, പിന്നെ കോക്ക് ബ്രീസ്, എക്സ്പാൻഡഡ് പെർലൈറ്റ്, എക്സ്ഫോളിയേറ്റഡ് വേർമിക്കുലൈറ്റ്. ഇതിൽ നമ്മൾ എല്ലാം ഒന്നും പഠിച്ചു വയ്ക്കേണ്ട, ഏകദേശം ഒരു 2-3 പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അടുത്ത എന്താണ്, ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ്സും അതിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷൻസും ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്നില്ല, ജസ്റ്റ് ഇതിൻ്റെ പേര് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇനി അടുത്തത് നാച്ചുറൽ ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ്സിൻ്റെ കുറച്ച് പിക്ചേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്യൂമിസ്, സ്കോറിയ, റൈസസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയാം, ഈ തവിട് എന്നൊക്കെ പറയും. നമ്മളിപ്പോൾ അരി ഇതാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഡസ്റ്റ് ഉണ്ടല്ലോ അത്. അടുത്തത് സോഡസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ മരപ്പൊടി ഒക്കെ നമുക്ക് സോഡസ്റ്റിൽ പെടുത്താൻ പറ്റും. പിന്നെ ഡയറ്റോമേറ്റ്. ഇത് ആർട്ടിഫിഷ്യൽ ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റിനുള്ള കുറച്ച് എക്സാമ്പിൾസാണ്, കുറച്ച് ഫിഗേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ്, അല്ലാണ്ട് നാച്ചുറൽ അല്ല.
ഓക്കെ, അടുത്ത് നമ്മൾ പറഞ്ഞു ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റിൻ്റെ ഒരിതാണ് എയറേറ്റഡ് കോൺക്രീറ്റ് എന്നുള്ളത് അല്ലേ. എയറേറ്റഡ് കോൺക്രീറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എയർ ഓർ ഗ്യാസ് ബബിൾസ് ആണ് ഇൻ ടു ദ പ്ലാസ്റ്റിക് സിമെൻറ്റ് മോട്ടാർ. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, എയറേറ്റഡ് കോൺക്രീറ്റ് കിട്ടുന്നത്. ഇനി ഇതിൽ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഗ്യാസ് കോൺക്രീറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഫോം കോൺക്രീറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ സെല്ലുലോസ് കോൺക്രീറ്റ് എന്ന് പറയും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് വാട്ടർ, സിമെൻറ്റ് ആൻഡ് ഫൈൻലി ക്രഷ്ഡ് സാൻഡ് ആണ്. ദ എയറേറ്റഡ് കോൺക്രീറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം എയർ എൻട്രൈൻഡ് കോൺക്രീറ്റ് ത്രൂ ഇൻ ബോത്ത് കേസസ് എയർ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ എയർ ഇൻട്രൊഡ്യൂസ്, ഒരു മെറ്റീരിയലിനകത്ത് എയർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്, അത് കോൺക്രീറ്റിംഗ് പർപ്പസിന് യൂസ് ചെയ്യുമ്പോൾ അത് നമ്മൾ എയറേറ്റഡ് കോൺക്രീറ്റ് എന്ന് പറയും. ഓക്കെ, പിന്നെ അടുത്ത് ഇതിൻ്റെ ഡെൻസിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഡെൻസിറ്റി റേഞ്ച് ചെയ്യുന്നത് 300 kg/m³ ടു 1000 kg/m³ ആണ്. ഓക്കെ, അടുത്തത് നമ്മളെ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് എയറേറ്റഡ് കോൺക്രീറ്റ് ആർ ആസ് ഫോളോസ്. ആസ് ലോഡ് ബിയറിംഗ് മേസൺറി ആയിട്ട് ഉപയോഗിക്കാം, പാർട്ടീഷൻ വാൾസിൽ യൂസ് ചെയ്യാം, ദെൻ എന്താണ് പ്രീകാസ്റ്റ് കോമ്പോസിറ്റ് വാൾ ഓർ ഫ്ലോർ പ്ലാൻസിൽ യൂസ് ചെയ്യാൻ പറ്റും, പിന്നെ പ്രീകാസ്റ്റ് ഫ്ലോസിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇൻസുലേറ്റിംഗ് ക്ലാഡിംഗ് ടു എക്സ്റ്റീരിയർ വാൾസ്, എക്സ്റ്റീരിയർ വാൾസിൻ്റെ ക്ലാഡിങ്ങിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് എയറേറ്റഡ് കോൺക്രീറ്റിൻ്റെ ഒരു ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കാണിച്ച ഈ ഹോൾസിലൊക്കെയാണ് എന്തിലുള്ളത്, എയർ ഉണ്ടാവുക. ഓക്കെ, അടുത്തൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോൺക്രീറ്റ് ആണ് ഫൈബർ റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. ഓക്കെ, അപ്പോൾ ഇത് പേര് പോലെ തന്നെ നമ്മളെ കോൺക്രീറ്റിനകത്ത് ഫൈബേഴ്സ് റെയിൻഫോഴ്സ്ഡ് ചെയ്തിട്ടുണ്ടാക്കുന്ന കോൺക്രീറ്റ്സിനെയാണ് നമ്മൾ ഫൈബർ റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൺവെൻഷണൽ കോൺക്രീറ്റിൽ മൈക്രോ ക്രാക്സ് ഡെവലപ്പ് ഈവൻ ബിഫോർ ലോഡിംഗ് ബിക്കോസ് ഡ്രൈയിങ്, ഷ്രിങ്കേജ് ആൻഡ് അതർ കോസസ് ഓഫ് വോളിയം ചേഞ്ച്. ഇനി വെൻ ദ സ്ട്രക്ചർ ഈസ് ലോഡഡ്, ഒരു സ്ട്രക്ചർ ലോഡ് ചെയ്യുമ്പോൾ അതിൽ മൈക്രോ ക്രാക്സ് ഓപ്പൺ അപ്പ് ആവും, ഉണ്ടാവും, സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പോൾ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സച്ച് മൈക്രോ ക്രാക്സ് ഈസ് ദ മെയിൻ റീസൺ ഓഫ് ഇനിലാസ്റ്റിക് ഡീഫോർമേഷൻ ഇൻ കോൺക്രീറ്റ്. കോൺക്രീറ്റിൽ ഡീഫോർമേഷൻസ് ഉണ്ടാകുന്നത് അതേപോലത്തെ സ്മോൾ ക്രാക്സ് കൊണ്ടാണ് അല്ലേ. അപ്പോൾ വീക്ക്നെസ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ഇൻക്ലൂഷൻ ഓഫ് സ്മോൾ ക്ലോസ്ലി സ്പേസ്ഡ് ആൻഡ് യൂണിഫോംലി ഡിസ്പോസ്ഡ്. അപ്പോൾ ഇതേപോലെ ഉണ്ടാവുന്ന ഈ ക്രാക്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഫൈബേഴ്സ് റെയിൻഫോഴ്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ ഇതേപോലെ ക്രാക്സ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളിൽ നമ്മളെന്ത് ചെയ്യും, അവിടെ നമ്മൾ ഇതുപോലത്തെ ഫൈബേഴ്സ് ഇൻസ്റ്റേർട്ട് ചെയ്ത് കൊടുക്കും. ഇംപ്രൂവ് ഇറ്റ്സ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനമിക് പ്രോപ്പർട്ടീസ്. ഓക്കെ, ദെൻ ഫൈബേഴ്സ് ഓഫേഴ്സ് ഈ ഫൈബേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതിനുള്ളൊരു ഇമ്പോർട്ടൻറ്റ് റീസൺ എന്ന് പറയുന്നത് ഫൈബേഴ്സ് ഓഫേഴ്സ് ഇൻക്രീസ്ഡ് റെസിസ്റ്റൻസ് ടു ക്രാക്ക് ഗ്രോത്ത്. ഓക്കെ, ദെൻ അടുത്തത് പറയുന്നത് ഫൈബർ റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഡിഫൈൻഡ് ആസ് ദ കോമ്പോസിറ്റ് മെറ്റീരിയൽ, ഒരു ഡെഫിനിഷൻ പോലെയാണ് പറയുന്നത്. ആൻഡ് ഡിസ്കണ്ടിന്യൂസ് ഡിസ്ക്രീറ്റ് യൂണിഫോം ഡിസ്പേഴ്സ്ഡ് ഫൈൻ ഫൈബേഴ്സ്, ദ കണ്ടിന്യൂസ് മെഷസ് വോവൺ ഫാബ്രിക്സ് ആൻഡ് ലോങ് വയേഴ്സ് ഓർ റോഡ്സ് ആർ നോട്ട് കൺസിഡർഡ് ടു ബി ഡിസ്ക്രീറ്റ് ഫൈബേഴ്സ്. ഓക്കെ, അപ്പോൾ ഡിസ്ക്രീറ്റ് ഫൈബേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാത്തത് ലോങ് വയർ അല്ലെങ്കിൽ റോഡ്സ് ഒന്നും നമ്മൾ ഡിസ്ക്രീറ്റ് ഫൈബേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യൂല. ഇനി ദ ഇൻക്ലൂഷൻ ഇൻ കോൺക്രീറ്റ്, നമ്മൾ കോൺക്രീറ്റിലെ ക്രാക്കുള്ളടുത്ത് ഫൈബേഴ്സ് കൊടുക്കുമെന്ന് പറഞ്ഞു. ഷോർട്ട് ക്രീറ്റ് ജനറലി ഇംപ്രൂവ്സ് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ഇൻക്രീസ് ചെയ്യും. ഏതൊക്കെയാണ്, ഡക്റ്റിലിറ്റി, ഫ്ലെക്ചറൽ സ്ട്രെങ്ത്ത്, ടഫ്നെസ്, ഇമ്പാക്റ്റ് റെസിസ്റ്റൻസ്, ദെൻ ഫറ്റീഗ് സ്ട്രെങ്ത്ത്. ഇതൊക്കെയാണ് ഇൻക്രീസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ്. ദർ ഈസ് ലിറ്റിൽ ഇംപ്രൂവ്മെൻറ്റ് ഇൻ കംപ്രസീവ് സ്ട്രെങ്ത്തിൽ എന്താണ്, ചെറിയൊരു ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളത്. ദ ടൈപ്പ് ആൻഡ് എമൗണ്ട് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ കംപ്രസീവ് സ്ട്രെങ്ത് ഈസ് ഡിപ്പെൻഡൻറ്റ് അപ്പോൺ ദ ഫൈബർ ടൈപ്പ്. അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഒരു ഫൈബർ റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റിൻ്റെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്, ടൈപ്പ്, സൈസ്, സ്ട്രെങ്ത്ത് ആൻഡ് കോൺഫിഗറേഷൻ ആൻഡ് എമൗണ്ട് ഓഫ് ഫൈബർ, നമ്മൾ യൂസ് ചെയ്യുന്ന ഫൈബർ. അപ്പോൾ നമ്മൾ പറഞ്ഞു അങ്ങനത്തെ സ്മോൾ ക്രാക്സ് ഉണ്ടാകുന്നിടത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കണ്ടോ, അപ്പോൾ ഈ ഫിഗറിൽ കണ്ടോ നിങ്ങൾ, ഇത് ഫൈബേഴ്സാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ലോഡിങ് ഉണ്ടാകുന്ന സമയത്ത് ചെറിയ ചെറിയ ക്രാക്സ് ഉണ്ടാകുമ്പോൾ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യും, ഫൈബേഴ്സ് ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഇതുപോലെ യൂസ് ചെയ്യുന്ന ഫൈബേഴ്സിൻ്റെ ടൈപ്പാണ് പറയുന്നത്. അപ്പോൾ ഫൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈബർ സ്മോൾ ഡിസ്ക്രീറ്റ് റെയിൻഫോഴ്സിങ് മെറ്റീരിയലാണ്. അത് ഏതെന്നൊക്കെയാണ് ഉണ്ടാക്കുക, സ്റ്റീലിൽ നിന്ന്,
പോളിപ്രൊപ്പലീന്, നൈലോണ്, ഗ്ലാസ്, ആസ്ബറ്റോസ്, കൊയർ, കാർബൺ ഇൻ വേരിയസ് ഷേപ്പ് ആൻഡ് സൈസ്. ദേ ക്യാൻ ബി സർക്കുലർ ഓർ ഫ്ലാറ്റ്. സർക്കുലർ ആവും, ഫ്ലാറ്റ് ആവും. അടുത്ത സ്റ്റീൽ ഫൈബേഴ്സ്. സ്റ്റീൽ ഫൈബർ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫൈബറാണ് സ്റ്റീൽ ഫൈബർ. ദ ഡയമീറ്റർ മേ ബി ടു ഗെറ്റ് ഇതിൻ്റെ ഡയമീറ്റർ ഏകദേശം 0.25 mm ടു 0.75 mm വരെയാണ് ഉണ്ടാവുക. ഓക്കെ, അടുത്തത് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫൈബർ സ്റ്റീൽ ഫൈബറാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സ്റ്റീൽ ഫൈബറിൻ്റെ ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. വേറൊരു ടൈപ്പ് ഫൈബറാണ് ഗ്ലാസ് ഫൈബർ. ഗ്ലാസ് ഫൈബറിൻ്റെ പ്രത്യേകത എന്താണ്? 3 ബേസിക് ഫോമിലാണ് ഈ ഗ്ലാസ് ഫൈബേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. റോവിങ്സ്, സ്ട്രാൻഡ്, അതേപോലെ തന്നെ വൂവൺ ഓർ ചോപ്ഡ് സ്ട്രാൻഡ്. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? ഗ്ലാസ് ഫൈബറിൻ്റെ ഒരു ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. അടുത്ത ടൈപ്പ് ഓഫ് ഫൈബറാണ് പ്ലാസ്റ്റിക് ഫൈബർ. പ്ലാസ്റ്റിക് ഫൈബറിൻ്റെ ഒരു ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് പ്ലാസ്റ്റിക് ഫൈബേഴ്സാണ്. ഫൈബേഴ്സ് സച്ച് ആസ് പോളിപ്രൊപ്പലീന്, നൈലോൺ, അക്രിലിക്, അരാമിഡ് ആൻഡ് polyethylene have high tensile strengths, thus inhibiting any reinforcing effect of propylene. അങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്ലാസ്റ്റിക് ഫൈബേഴ്സ് യൂസ് ചെയ്യാറുള്ളത്. അടുത്ത 2 ടൈപ്പ് ഓഫ് ഫൈബേഴ്സാണ് കാർബൺ ഫൈബറും ആസ്ബറ്റോസ് ഫൈബറും. ഈ കാർബൺ ഫൈബർ യൂസ് ചെയ്യുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്ത്, അതേപോലെ തന്നെ ഹൈ യങ്സ് മോഡുലസ് ഉള്ള ഒക്കെ പോസസ് ചെയ്യാൻ സഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാർബൺ ഫൈബേഴ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ ആസ്ബറ്റോസ് ഫൈബർ നമ്മൾ യൂസ് ചെയ്യുന്നത്, ആസ്ബറ്റോസ് ഫൈബർ എന്ന് പറഞ്ഞാൽ ഒരു മിനറൽ ഫൈബറാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് സക്സസ്ഫുൾ ഫൈബറായിട്ട് നമ്മൾ പറയുന്നത് ആസ്ബറ്റോസ് ഫൈബറാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ആസ്ബറ്റോസ് ഫൈബേഴ്സ് യൂസ് ചെയ്യുന്നത്. ദ മാക്സിമം ലെങ്ത് ഓഫ് ആസ്ബറ്റോസ് ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 mm ആണ്. ഓക്കെ, ഇതൊരു ആസ്ബറ്റോസ് ഫൈബറിൻ്റെ ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. അടുത്തത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് ഫൈബർ റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ആണ്. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്? ഒന്ന്, ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അഫക്റ്റിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് വോളിയം ഫൈബറാണ്. ദെൻ ആസ്പെക്ട് റേഷ്യോ ഓഫ് ദ ഫൈബർ, ദെൻ ഓറിയൻറ്റേഷൻ ഓഫ് ദ ഫൈബർ, സൈസ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ്, വർക്കബിലിറ്റി ആൻഡ് കോമ്പാക്ഷൻ ഓഫ് കോൺക്രീറ്റ്, ദെൻ നമ്മൾ ആ ഫൈബർ യൂസ് ചെയ്തിട്ട് സിമൻറ്റ് മിക്സ് ചെയ്യുമല്ലോ, ആ മിക്സിങ്. ഇത്രയാണ് ഇതിന് എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, ദെൻ അടുത്തൊരു ടൈപ്പ് ഓഫ് സ്പെഷ്യൽ കോൺക്രീറ്റ് ആണ് പോളിമർ കോൺക്രീറ്റ്. കോൺക്രീറ്റ് കണ്ടെയ്നിങ് പോളിമേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 കാറ്റഗറീസ്. ഏതൊക്കെയാണ്? പോളിമർ ഇംപ്രഗ്നേറ്റ് ഉണ്ട്, പോളിമർ പോർട്ട്ലാൻഡ് ഉണ്ട്, ദെൻ പോളിമർ കോൺക്രീറ്റ് ഉണ്ട്. ഓക്കെ, ഇതിൽ പോളിമർ ഇംപ്രഗ്നേറ്റഡും പോളിമർ പോർട്ട്ലാൻഡ് സിമൻറ്റ് കോൺക്രീറ്റും ഇതിനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ദെൻ നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് പോളിമർ കോൺക്രീറ്റിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ പോളിമർ കോൺക്രീറ്റിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് റെസിൻ കോൺക്രീറ്റ്. പോളിമർ കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിക്സ്ചർ ഓഫ് അഗ്രിഗേറ്റ് ആണ് വിത്ത് പോളിമർ ആസ് എ സോൾ ബൈൻഡർ. നമ്മൾ സോൾ ബൈൻഡറായിട്ട് എന്ത് ചെയ്യും? പോളിമേഴ്സ് യൂസ് ചെയ്യും. ദർ ഈസ് നോ അതർ ബോണ്ടിങ് മെറ്റീരിയൽ. ഓക്കെ, ഇറ്റ് ഈസ് മാനുഫാക്ചർഡ് ഇൻ എ മാനർ സിമിലർ ടു ദാറ്റ് ഓഫ് സിമൻറ്റ് കോൺക്രീറ്റ്. നമ്മൾ സിമൻറ്റ് കോൺക്രീറ്റ് ഉണ്ടാക്കുന്ന അതേ പ്രോസസ്സിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്നത്. എങ്ങനെ മാനുഫാക്ചർ ചെയ്യുന്നത്? പ്രീ പോളിമേഴ്സ് ആഡ് ചെയ്യും. നമ്മൾ എന്ത് ഗ്രേഡ് ഓഫ് അഗ്രിഗേറ്റ് ആണ് അതിലോട്ട് പ്രീ പോളിമേഴ്സ് ആഡ് ചെയ്തിട്ട് മിക്സ്ചർ നമ്മൾ നന്നായിട്ട് ഹാൻഡ് മെഷീൻ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് അത് തറോലി മിക്സ് ചെയ്തതിന് ശേഷം ആ പോളിമർ കോൺക്രീറ്റ് നമ്മൾ എന്ത് ചെയ്യും? കാസ്റ്റ് ചെയ്യും, മോൾഡ്സിൽ കാസ്റ്റ് ചെയ്യും. വുഡ് മോൾഡ് ഉണ്ടാവും, സ്റ്റീൽ മോൾഡ് ഉണ്ടാവും, അലുമിനിയം മോൾഡ് ഉണ്ടാവും. ഇതിൽ കാസ്റ്റ് ചെയ്യും. ടു മിനിമൈസ് ഇതിൻ്റെ എക്സ്പെൻസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡ്രൈ പാക്ക്ഡ് ഡെൻസിറ്റി മെത്തേഡാണ് ഈ പോളിമർ കോൺക്രീറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഇത് കാസ്റ്റ് ചെയ്യുന്ന മോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോൾഡ് കാസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യണം? റൂം ടെമ്പറേച്ചറിലാണ് ഇത് കാസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ പോളിമർ ഫേസ് ബൈൻസ് ദ അഗ്രിഗേറ്റ് ടു ഗീവ് എ സ്ട്രോങ് കോമ്പോസിറ്റ്. നമുക്കൊരു സ്ട്രോങ് കോമ്പോസിറ്റാണ് ഇത് തരുന്നുണ്ടാവുക. പിന്നെ അടുത്തതിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ തെർമൽ കാറ്റലിക് റിയാക്ഷനും കാറ്റലിസ്റ്റ് പ്രൊമോട്ടർ റിയാക്ഷനും. ഓക്കെ, അടുത്തത് പോളിമർ കോൺക്രീറ്റ്, അതിൻ്റെ ഫിഗറുമാണ് കാണിച്ചേക്കുന്നത്. ഇതാണ് പോളിമർ കോൺക്രീറ്റ്. ഇതിൽ പോളിമർ ഇംപ്രഗ്നേറ്റഡ് കോൺക്രീറ്റും പോളിമർ പോർട്ട്ലാൻഡ് സിമൻറ്റ് കോൺക്രീറ്റും നമ്മൾ പിന്നെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് ആണ്. ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് പേര് പോലെ തന്നെ കംപ്രസീവ് സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള കോൺക്രീറ്റാണ് എന്ത്? ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് നോർമലി ക്ലാസിഫൈ ചെയ്തേക്കുന്നത് നോർമൽ
സ്ട്രെങ്ത് കോൺക്രീറ്റ്, ദെൻ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ്, ദെൻ അൾട്രാ സ്ട്രെങ്ത് കോൺക്രീറ്റ്. ഇനിയിപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് റെക്കമെൻഡ് ചെയ്യുന്ന മെത്തേഡ് ഓഫ് മിക്സ് ഡിസൈന് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 35 MPa വരുന്നത് നമ്മൾ എന്ത് ചെയ്യും, നോർമൽ സ്ട്രെങ്ത് ആൻഡ് ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റിൻ്റെ ഇടയിലാണ് വരിക. ഇനി ഈ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ടെക്നിക്സ് നമുക്ക് ഇമ്പാർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹയർ സ്ട്രെങ്ത് ഉള്ള കോൺക്രീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് നമ്മളെ കൺസ്ട്രക്ഷൻ വർക്കിന് നമ്മൾ യൂസ് ചെയ്യാനുള്ളൊരു വേറൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ റൈസ് ബിൽഡിങ്സും ലോങ് സ്പാൻ ബ്രിഡ്ജസും കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ഹൈ സ്ട്രെങ്ത്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വി യൂസ് ഹൈ സ്ട്രെങ്ത്ത് സിമെൻറ്റ് കണ്ടൻറ്റ് വിത്ത് ദ ലോവസ്റ്റ് പോസിബിൾ വാട്ടർ സിമെൻറ്റ് റേഷ്യോ. അങ്ങനെയാണ് നമ്മൾ എങ്ങനെ അച്ചീവ് ചെയ്യുക, ഹൈ സ്ട്രെങ്ത്ത് സിമെൻറ്റ് കോൺക്രീറ്റ് അച്ചീവ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ഹൈ സ്ട്രെങ്ത്ത് സിമെൻറ്റ് കോൺക്രീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സാണ് പറയുന്നത്. അതിൽ മെത്തേഡാണ് സീഡിങ്, റീവൈബ്രേഷൻ, ഇൻഹിബിറ്റിംഗ് ക്രാക്സ്, യൂസിങ് അഡ്മിക്സ്ചേഴ്സ്, സൾഫർ ഇംപ്രഗ്നേഷൻ. ഇതൊക്കെയാണ് നമ്മൾ ഇത് അച്ചീവ് ചെയ്യുന്ന മെത്തേഡ്സ്. അതിൽ സീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഫൈൻലി ഗ്രൗണ്ട് ഫുള്ളി ഹൈഡ്രേറ്റഡ് പോർട്ട്ലാൻഡ് സിമെൻറ്റ് ഫ്രഷ് കോൺക്രീറ്റിലോട്ട് ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സീഡിങ് എന്ന് പറയുന്നത്. റീവൈബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റിൽ എന്ത് ചെയ്യും, ഒരു പ്ലാസ്റ്റിക് ശ്രിങ്കേജ് ഉണ്ടാവും. അപ്പോൾ അതിനോട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ മിക്സ് ചെയ്യുന്ന വാട്ടറിന് ഒരു കണ്ടിന്യൂസ് കാപ്പിലറി ചാനൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവും. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റീവൈബ്രേഷൻ എന്നുള്ള പ്രോസസ്സാണ് ചെയ്യുക. അപ്പോൾ റീവൈബ്രേഷൻ ക്യാൻ റിമൂവ് ഓൾ ദീസ് ഡിഫക്ട്സ് ആൻഡ് ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. ഓക്കെ, അടുത്തെന്താണ്, നമ്മൾ ഈ ഹൈ സ്ട്രെങ്ത്ത് കോൺക്രീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേരിയസ് മെത്തേഡ്സാണ് പറഞ്ഞത്. അതിലുള്ള ഒരു മെയിൻ പാർട്ടാണ് അടുത്ത് പറയുന്നത്. കൺവെൻഷണൽ കോൺക്രീറ്റ് മൈക്രോ ക്രാക്സ് ഡെവലപ്പ് ചെയ്യും. നമ്മൾ ഈവൻ ബിഫോർ ലോഡിങ് ബിക്കോസ് ഓഫ് ഡ്രൈയിങ് ആൻഡ് ഷിങ്, നമ്മൾ ലോഡിങ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കോൺക്രീറ്റിങ് ചെയ്ത് കഴിഞ്ഞാലും ഡ്രൈ ആയതിനു ശേഷം അതിൽ ക്രാക്സ് ഫോം ചെയ്യും. അപ്പോൾ ആ മൈക്രോ ക്രാക്സ് ഓപ്പണപ്പായി പ്രൊപ്പഗേറ്റ് ആവും. അപ്പോൾ ദ വീക്ക്നെസ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ഇൻക്ലൂഷൻ ഓഫ് സ്മോൾ ക്ലോസ്ലി സ്പേസ്ഡ് ആൻഡ് യൂണിഫോംലി ഡിസ്പേഴ്സ്ഡ് ഫൈബേഴ്സ് ഇൻ കോൺക്രീറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഹൈ സ്ട്രെങ്ത്ത് കോൺക്രീറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. യൂസ് ഓഫ് വാട്ടർ റിഡ്യൂസിങ് ഏജൻറ്റ്സ് ആർ നോൺ ടു പ്രൊഡ്യൂസ് ഇൻക്രീസ്ഡ് കംപ്രസീവ് സ്ട്രെങ്ത്ത്. കംപ്രസീവ് സ്ട്രെങ്ത്ത് ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് എന്ത് യൂസ് ചെയ്താൽ മതി, വാട്ടർ റിഡ്യൂസിങ് ഏജൻസി യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇത്രയാണ് ഹൈ സ്ട്രെങ്ത്ത് കോൺക്രീറ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഹൈ പെർഫോമൻസ് കോൺക്രീറ്റിനെ കുറിച്ചാണ്. ഹൈ പെർഫോമൻസ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹൈ പെർഫോമൻസ് കോൺക്രീറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് ഒരു ജയൻറ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഹൈടെക് മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഹൈ പെർഫോമൻസ് കോൺക്രീറ്റ്. ഓക്കെ, അപ്പോൾ ഡ്യൂറബിലിറ്റി അല്ലെങ്കിൽ ഹൈ പെർഫോമൻസ് കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അറ്റൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് അതിൻ്റെ കോൺസ്റ്റുവൻസ് കെയർഫുള്ളായിട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡ്യൂറബിലിറ്റിയും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ എൻഹാൻസ് ചെയ്യാനാണ് നമ്മൾ ഹൈ പെർഫോമൻസ് കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നത്. ഇതിൽ യൂസ് ചെയ്യുന്ന ബേസിക് ഇൻഗ്രീഡിയൻസ് ടോട്ടലി ഡിഫറെൻ്റാണ്. ഏതിൽ നിന്ന്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു മൈക്രോ സ്ട്രക്ചേഴ്സ് ആണ് ഓർഡിനറി കോൺക്രീറ്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിലും എൻറ്റയർലി ഡിഫറെൻ്റാണ് നമ്മൾ ഹൈ പെർഫോമൻസ് കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ഹൈ പെർഫോമൻസ് കോൺക്രീറ്റിൻ്റെ ഫിഗറാണ്. ഓക്കെ, ഇനി ഈ ഹൈ പെർഫോമൻസ് കോൺക്രീറ്റിനെ കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.